ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖല്ലേ? ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ എൻ്റെ സ്റ്റോറേജ് കണ്ടെയ്നേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. ഇന്ന് വീഡിയോ എടുക്കുന്നത് ആരാ അറിയോ? നമ്മുടെ സൂര്യൻ. അവൻ്റെ അടുത്ത് ഞാൻ ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ ഒന്ന് എടുത്തു തരുമോ എന്നൊക്കെ. കാര്യം എന്താ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഇങ്ങനെ നമ്മുടെ പ്രൊഡക്ട്സ് ഒക്കെ ഇങ്ങനെ കാണിക്കുന്ന ഒരു വീഡിയോ അല്ലേ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഈസി ആവും അവൻ ഇങ്ങനെ ക്യാമറ ഒക്കെ പിടിച്ച് തന്നിട്ടുണ്ടെങ്കിൽ. മറ്റേ ഞാൻ എപ്പോഴും ഈ ട്രൈപോഡിൽ വെച്ചിട്ട് സ്വന്തമായിട്ട് അങ്ങനെ ചെയ്യല്ലേ. അപ്പോൾ എന്നാൽ വീഡിയോ എടുക്കുമ്പോൾ എന്നാൽ അവൻ്റെ ഹെൽപ്പ് കൂടി ചോദിക്കാം. അപ്പോൾ ഇന്നലെ തന്നെ അവനോടൊക്കെ ചോദിച്ചു സ്കൂൾ വിട്ടു വന്നാൽ നീ എനിക്കൊന്ന് എടുത്തു തരൂ, ഒരു അരമണിക്കൂർ എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുമോ എന്നൊക്കെ വെച്ചപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇപ്പോൾ അവനെ കിട്ടിയത് ക്യാമറാമാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നിങ്ങളിത് പലതും കണ്ടത് തന്നെ, പലതും അല്ല, എല്ലാ സ്റ്റോറേജ് കണ്ടെയ്നേഴ്സും കണ്ടത് തന്നെയായിരിക്കും. എന്നാലും അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇട്ടാൽ കുറച്ചുകൂടി ഈസി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. മിക്കതല്ല, എല്ലാം നിങ്ങൾ കണ്ടത് തന്നെയായിരിക്കും. അപ്പോൾ തുടങ്ങാം അല്ലേ? ആദ്യം നമുക്ക് ഇതിൽ നിന്ന് തുടങ്ങാം. ഇത് ഇതിങ്ങനെ കാണിച്ചിട്ടില്ലല്ലോ ഇതുവരെ. ക്യാബിനൊന്നും ഫുള്ള് തുറന്ന് കാണിച്ചിട്ടില്ലല്ലോ. അത് പിന്നെ ഒരു ദിവസം. ഇതേതായാലും ഞാനിങ്ങനെ ഫുള്ളായിട്ട് കാണിക്കുകയാണ്. ഇത് എപ്പോഴും തുറക്കുന്നതാണ്, പക്ഷേ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല എന്ന് തോന്നണു. അപ്പോൾ ശരി, ഇനി ഇത് ഇങ്ങനത്തെ കുറേ ജാഴ്സാണ്. ഇതിലാണ് ഞാൻ കടുക്, ഉലുവ, പിന്നെന്താ കുരുമുളക് പൊടി, ഗരം മസാല, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ. അങ്ങനത്തെ ഒരു എത്ര എണ്ണം? 2, 4, 6, 8, 10 എണ്ണം ഉണ്ട്. ഇത് ട്രിയോൻ്റെ 310 ml ആണ് കേട്ടോ. ഞാൻ ലിങ്ക് ഇടാം. ഒന്നിൻ്റെയും പൈസ എത്ര റേറ്റ് എന്നുള്ളതൊന്നും എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഞാൻ നോക്കിയിട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ എനിക്ക് ആകെ മാറിപ്പോവും. അപ്പോൾ ഞാൻ എന്തായാലും ലിങ്ക് ഇടുമ്പോൾ നിങ്ങൾ പോയി നോക്കിക്കൊണ്ടു എത്രയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഓരോന്നിൻ്റെ എത്ര രൂപയെന്നൊന്നും ഞാൻ പറയണില്ല കേട്ടോ. പിന്നെ ഇതിലാണ് ഞാൻ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ. ഇത് 500 ml ആണ്. ഇത് ബ്രാൻഡ് ആരവ് അങ്ങനെ എന്താണോ ഇരിക്കുന്നത്. ലിങ്ക് ഇടാം കേട്ടോ. ഇത് പക്ഷെ ഇത് നല്ല, ഇതിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത് വെച്ചിട്ട് വൈഡ് മൗത്താണ്, എടുക്കാനൊക്കെ നല്ല ഈസിയാണ്. പിന്നെ കാണാനൊരു ലുക്ക്. എൻ്റെ പാത്രങ്ങൾക്ക് ഞാൻ കുറേയൊക്കെ നമ്മളെ സൗകര്യം നോക്കും, കുറേയൊക്കെ ലുക്കും നോക്കും. കാണാനൊരു ഭംഗി വേണം എൻ്റെ പാത്രങ്ങൾക്ക് എന്നുണ്ട്. അപ്പോൾ അതുകൂടി നോക്കിയിട്ടാണ് ഞാനെല്ലാം വാങ്ങിക്കാറ്. പിന്നെ ഇനി വാ, ഇതിൽ താഴെ കാണിക്കാം. ഇത് ഇങ്ങനത്തെ 4 ജാറുണ്ട്. ഇത് 250 ml ആണ് കേട്ടോ. ബ്രാൻഡ് എനിക്ക് ഓർമ്മയില്ല, ഞാൻ ലിങ്ക് ഇടുമല്ലോ, അപ്പോൾ നോക്കിയാൽ മതി. ഞാൻ ബ്രാൻഡൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇങ്ങനെ ഏതായാലും ഇങ്ങനെ ഈ വീഡിയോ എടുക്കണതിൻ്റെ മുൻപേ, പക്ഷെ കുറേ എണ്ണത്തിൻ്റെ കാരണം ഞാൻ ബ്രാൻഡൊക്കെ മറന്നുപോയി. ഇതിൻ്റെ ഒരു പ്രത്യേകത, എന്തെങ്കിലും നല്ല വെള്ളപ്പൊടിയൊക്കെ ഇതിൻ്റെ ഉള്ളിലിട്ടിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് കാണാൻ. അല്ലെങ്കിൽ എന്തെങ്കിലും പൊടികൾ, ഇപ്പം മഞ്ഞയായാലും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടാലും ഭംഗി ഉണ്ടാവുമായിരിക്കും. അല്ലാണ്ട് ഇങ്ങനെ നട്ട്സും കാര്യങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ഇടുകയാണെങ്കിൽ അത്ര ഭംഗി ഉണ്ടാവില്ല, കാണാനൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ലിഡിന് അത്ര ലുക്ക് പോരാ. ഇതിങ്ങനെയല്ലായിരുന്നു ഫോട്ടോ ഇതിൽ കണ്ടപ്പോൾ. പിന്നെ ശരി, പിന്നെ അത് റിട്ടേൺ ആക്കണില്ല, അങ്ങനെ വിചാരിച്ചു എടുത്തതാണിത്. ഇതൊക്കെ കാണാൻ, ഇതിൻ്റെ ഗ്ലാസ് ജാർ ഇത് കാണാൻ ഭംഗിയുണ്ട്. ഗ്ലാസിൻ്റെ ഈ ലിഡിനാണ് ഒരു ക്വാളിറ്റി ഉണ്ടോയെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല, കുറച്ചായി വാങ്ങിച്ചിട്ട്. പക്ഷെ കാണാനൊരു ലുക്ക് കുറവുണ്ട് ലിഡ്. അതാണ്. ഇങ്ങനത്തെ 4 എണ്ണമാണ്. അതിൽ വേറെ എന്തെങ്കിലും എടുത്ത് വെച്ചിട്ടുണ്ട്, 2 എണ്ണം വേറെ അപ്പുറത്തെങ്ങാണ്ടാണ്. പിന്നെ ഉള്ളത് ഈ ജാറാണ്. ഇത് ഐക്യേൻ്റെ ആണ്. അപ്പോൾ പിന്നെ ലിങ്ക് ഇട്ടിട്ട് കാര്യമില്ല. ഐക്യേൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ ആമസോണിൽ ഉണ്ടായിരിക്കും. എല്ലതും ഉണ്ടാവില്ല കേട്ടോ, പക്ഷെ ഭയങ്കര റേറ്റ് ആയിരിക്കും. അപ്പോൾ വാങ്ങണം എന്ന് പറയല്ല ഞാൻ. ഇത്രയും റേറ്റ് കൊടുത്ത് നമുക്ക് ശരിക്കുള്ള ഒറിജിനൽ റേറ്റ് ഇതിൻ്റെ വളരെ കുറവായിരിക്കുമ്പോൾ, ഐക്യേൻ്റെ സാധനങ്ങൾ ഐക്യയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കുറവായിരിക്കുമ്പോൾ ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ആമസോണിൽ അതിന് റേറ്റ് കൂടുതലായിരിക്കും. ഞാൻ മുൻപ് പറഞ്ഞല്ലോ, സെല്ലറല്ല ഐക്യ, വേറെ
ഏതെങ്കിലും ടീം എടുത്തിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഭയങ്കര പ്രോഫിറ്റ് ഇട്ടിട്ടാണ് അതിൽ സെല് ചെയ്യുന്നത്. ഇതിൽ മറ്റ് ഏലക്ക, ഗ്രാമ്പൂ അങ്ങനത്തെ ഒക്കെ ഇട്ടിട്ടാണ്. ഇത് തുറക്കുന്നത് ഇതുണ്ടാ ഇങ്ങനെയാണ്. ഇങ്ങനത്തെ വേറെയും ഐക്യമില്ലാത്ത ബ്രാൻഡുകളൊക്കെ ഉണ്ടായിരിക്കും ഈ ആമസോണിൽ. പിന്നെ അടുത്തത് ഇത് ഐക്യൻ്റെയാണ്. വേറെന്തോ ഒരു മെറ്റീരിയലാണ് ഇതിന്. ഐക്യൻ്റെ ഗ്ലാസ് അല്ല കേട്ടോ. ഇതിൽ പിന്നെ വറ്റൽമുളകാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ വറുത്തിടുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ. പിന്നെ ഇതിൽ മല്ലിപ്പൊടി. ഇത് എക്സ്ട്രാ അധികം നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കില്ലേ, അതാണ്. ഇത് എത്രയാ, 1800 ml ആണ് തോന്നുന്നു. ട്രിയോൻ്റെ ആണത്. ഇങ്ങനത്തെ ഒരെണ്ണം കൂടി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, മുളക് പൊടി ഇട്ട് വെക്കാൻ. പക്ഷെ അതിൻ്റെ അടുത്ത് നിന്ന് പൊട്ടിപ്പോയി. അത് മുളക് പൊടി ഇപ്പോൾ വേറൊരു കുപ്പിയിലാണ്. പിന്നെ ഇത് ഇങ്ങനത്തെ 4 എണ്ണം, അങ്ങനത്തെ 2 എണ്ണം ആയിരുന്നു വാങ്ങിച്ചാൽ വലുതില്ലേ. ഇത് 4 എണ്ണമാണ്. ഇത് ട്രിയോൻ്റെ ആണ്. ഇതിൽ ഇതേപോലെ മഞ്ഞൾപ്പൊടി, ഇത് അധികമുള്ളത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. സ്ഥിരം എടുക്കുന്നത് വേറെയാണ്, നമ്മൾ മുകളിൽ കാണിച്ചില്ലേ, അതാണ്. ഇങ്ങനത്തെ 4 ബോട്ടിലുണ്ട്. അതിൽ 4 വീട്ടിൽ വേറെ വേറെ സാധനങ്ങളാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. എന്തൊക്കെയാ ഇട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ്. ഇത് ഇങ്ങനെ ഉണ്ടല്ലോ കിച്ചണിൽ ഈ പുൾ ഔട്ട് ട്രേ അല്ലേ, എനിക്ക് നല്ലതായിട്ടാണ് ഇത് തോന്നുന്നത് ഇതിങ്ങനെ കൊടുത്തത്. കാരണം ഇതിൻ്റെ ഈ സൈഡിൽ തന്നെ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് നമുക്ക് ആവശ്യമുള്ള കിച്ചണിലേക്ക് ആവശ്യമുള്ള എപ്പോഴും എടുക്കുന്ന സാധനങ്ങളില്ലേ, അതെല്ലാം ഇതിൽ തന്നെ ഉണ്ട്. നമുക്കിപ്പോൾ വേറെ ക്യാബിനിലൊക്കെ ആണെങ്കിൽ എപ്പോഴും അതിങ്ങനെ എടുക്കണം, ഇവിടെ വെക്കണം. ഇതങ്ങനെ ഇല്ല. നമുക്ക് അങ്ങനെ തുറന്നിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി അങ്ങനത്തെ സാധനങ്ങളില്ലേ, സ്പൈസസ് അല്ലേ, എല്ലാം അതിൽ നിന്ന് എടുക്കാമല്ലോ. ഇങ്ങനെ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ നിരത്തി വെക്കണ്ടല്ലോ. പിന്നെ കുറേ സാധനങ്ങൾ കൊള്ളും ചെയ്യും. അപ്പോൾ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഈ സ്റ്റൗവിൻ്റെ ഈ സൈഡിൽ കൊടുത്തത്. അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ഇത് കുറേ പേര് ചോദിക്കുന്നതാണ് കേട്ടോ. ഇത് മിന്ത്രയിൽ വാങ്ങിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ലിങ്ക് അവർ കുറേ പേര് ചോദിച്ചു, അതിൻ്റെ ലിങ്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അത് ലിങ്ക് എനിക്ക് കിട്ടുന്നില്ല മിന്ത്രയിൽ നിന്ന്, എന്താണെന്ന് എനിക്കറിയില്ല. ഇത് ബ്രാൻഡ് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. ബൊണോമിയുടെ ആണിത്. ബൊണോമി ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ജാർന്നോ അങ്ങനെ എന്തെങ്കിലും അടിച്ചാൽ മതി. 3 പീസ് സെറ്റാണത്. 3 ഒരുമിച്ചാണത്. അത്യാവശ്യം വിലയുണ്ട് കേട്ടോ. റേറ്റ് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, ഒന്നും ഓർമ്മയില്ലാത്ത കാരണമാണ്. അപ്പം അങ്ങനെ. പിന്നെ ഇത് പറയണ്ടല്ലോ, ഇതിപ്പോൾ ഐക്യൻ്റെയാണ്. പിന്നല്ലേ ഈ ഗ്ലാസ് ജാറ് കുറേ പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ലിങ്ക്. ഇട്ടിട്ട് കാര്യമില്ല, ഐക്യ അവിടേക്ക് ഡെലിവറി ഇല്ല കേരളത്തിലേക്ക്. ഇത് 5 ലിറ്ററാണ്. ഇത് ആമസോണിൽ ഐക്യയുടെ അല്ലാത്ത ഇതുപോലത്തെ ഗ്ലാസിൻ്റെ വേറെ ഉണ്ട്. വേണമെങ്കിൽ അതിൽ ജസ്റ്റ് അടിച്ചു നോക്കിയാൽ കിട്ടുന്നുണ്ടായിരിക്കും. അങ്ങനെ. പിന്നെ ഇവിടെ എന്താ ഉള്ളത്? ഈ സാധനം, ഇതിൻ്റെ ബ്രാൻഡ് ഏതായിരുന്നു? ബ്രാൻഡ് ഞാൻ മറന്നുപോയി. ഇത് നോക്കണ്ട, ഇത് ഗൾഫിൽ നിന്ന് UAE നിന്ന് വരുമ്പോൾ എങ്ങനെയോ ഡ്രസ്സിൽ അങ്ങനെ നമ്മൾ സാധനങ്ങളൊന്നും കൊടുന്നിട്ടില്ലല്ലോ. കാർഗോയിൽ എന്തോ കുറച്ച് കൊടുന്നാലും അതിൽ ഇട്ട് വെച്ച ബൗൾ, അങ്ങനത്തെ 2 എണ്ണം ഉണ്ട്. ഇത് എവിടുന്നോ ഗൾഫിൽ നിന്ന് എവിടുന്നോ വാങ്ങിച്ചാണ്. ഇതാണ് സെറ്റ്. ഇതിപ്പോൾ ഞാൻ എന്തോ ഫ്രൈഡ് ഐറ്റംസ് ഇതിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ്. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതിൻ്റെ ഇങ്ങനെ വാഷറുണ്ട്, ഇങ്ങനെ വാഷർ. ഇത് എനിക്കുണ്ടല്ലോ കുറേ ഇങ്ങനെ ഈ വാഷർ ഇല്ലാത്തത് ഇഷ്ടമാണ്. കഴുകാനൊക്കെ ഈസി. ഇങ്ങനെ മറ്റേതിങ്ങനെ എടുത്തിങ്ങനെ കഴുകണ്ടേ, എപ്പോഴും നോക്കിയാലും ഇതിങ്ങനെ വലിച്ചെടുക്കണം. മറ്റിങ്ങനെ വാഷർ ഇല്ലാത്ത ടൈപ്പ് ഉണ്ട്, അങ്ങനത്തതും എൻ്റെ അടുത്തുണ്ട്. പിന്നെ നമ്മളിപ്പോൾ എങ്ങടെയെങ്കിലും
ലഞ്ചിൽ എന്തെങ്കിലും ഫുഡൊക്കെ കൊണ്ടുപോകുമ്പോൾ അങ്ങനെ കറിയൊക്കെ കൊണ്ടുപോകുമ്പോൾ ലീക്ക് ആവാതിരിക്കാൻ നല്ലത് ഇങ്ങനെ വാഷറുള്ളത് തന്നെയാണ്. പക്ഷേ സ്റ്റോറേജ് ആയിട്ട് നമ്മൾ ജസ്റ്റ് ഫ്രിഡ്ജിൽ വെക്കുക അങ്ങനത്തേനൊന്നും നമുക്കിപ്പോൾ ഇങ്ങനെ വാഷർ വേണമെന്നൊന്നും ഇല്ല. എനിക്ക് കഴുകാനൊക്കെ എളുപ്പത്തിന് അങ്ങനത്തെ ഇഷ്ടം. അങ്ങനത്തെ എൻ്റെ അടുത്തുണ്ട്, അത് കാണിച്ചു തരാം കേട്ടോ. അയ്യോ, ഇനി അതിൻ്റെ കൂടെ ഇത് അങ്ങോട്ട് കയറ്റി വെച്ചത് ഞാൻ തീർത്തും മറന്നു, ഇത് അങ്ങോട്ട് മാറ്റിക്കട്ടെ. ഇനി ഇതാണ് ഇത് നെസ്റ്റാഷ്യയുടെ ആണ് കേട്ടോ. ഇത് 3 എണ്ണം. ഇതെനിക്ക് എത്രയാണ്, ഇത് 1900, 1100, പിന്നെ 600, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അങ്ങനെ എത്രയും 3 ml വ്യത്യസ്ത ml-കളാണ്. ഇത് തീരെ ചെറുതാണ്. അതിനാണ് ഞാൻ പറഞ്ഞത് വാഷറില്ല. കണ്ട, പിന്നെ നെസ്റ്റാഷ്യ എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, നല്ല സാധനമാണ്. നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് ആയിരിക്കും അവരുടെ എല്ലാം. ഇത് പിന്നെ കളേഴ്സ് കണ്ടില്ലേ ഇതിൻ്റെ ലിഡിൻ്റെ എല്ലാം. പിന്നെ ഉള്ളത് ഇത് സൂര്യൻ്റെ പ്രത്യേക ഒരു ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് കേട്ടോ. അവൻ്റെ ബേക്കറി ഐറ്റംസ് എല്ലാം വെക്കുന്നതാണ്. ഇത് ഹോം സെൻറ്ററിൻ്റെ ഐറ്റമാണ്. ഇത് 1000 ml-ൻ്റെയാണ്. ഇത് 6 പീസ് ഉണ്ട് കേട്ടോ. ഇതിലിപ്പോൾ എന്തോ ഉണ്ടായിരുന്നു, കഴിഞ്ഞതാണ്. ബേക്കറി ആണ്. അതേപോലെ ഇത് ഫെമോറയുടെ. ഇത് 1000 ml ആണെന്ന് തോന്നുന്നു. ഞങ്ങൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ എക്സാമിന് ഇങ്ങനെ ആലോചിക്കുന്ന പോലെ അല്ലേ, പഠിച്ചു വെച്ചത് ഇങ്ങനെ ആലോചിക്കുന്ന പോലെ തോന്നണില്ലേ? ഞാനിത് ഇങ്ങനെ വീഡിയോ എടുക്കണതിൻ്റെ മുന്നേ ഇതൊക്കെ ഒന്നും കൂടി നോക്കിയിട്ടുണ്ടായിരുന്നു, എത്ര ml ഒക്കെ അങ്ങനെ ഓടിച്ച് നോക്കിയിരുന്നു. ഇപ്പം എല്ലാം കൂടിയിട്ട് കുഴഞ്ഞു പറഞ്ഞു. ഇത് 1000 ml തോന്നുന്നു. ഫെമോറയുടെ നല്ലതാണ് കേട്ടോ, കാണാനൊരു ഭംഗിയുണ്ട്. ഇങ്ങനത്തെ 2 എണ്ണം ഉണ്ട്, ഒരെണ്ണം ഞാൻ വേറെ കാണിച്ചു തരാം. പിന്നെ ഇത് അഗാരോൻ്റെയാണ്. ഒരു പീസ് കൂടി ഉണ്ട്. അതെന്തെങ്കിലും വെച്ചതാണോ എനിക്ക് ഓർമ്മയില്ല. ഇതിൻ്റെ താഴെ ഒരെണ്ണം കൂടി ഉണ്ട്, അത് ഞാൻ നോക്കിയിട്ട് പറയാം. ഇതും അതേപോലെ തന്നെ എത്ര ml എന്നൊക്കെ മറന്നു. അഗാരോ ആണ് അത് പ്രൊഡക്റ്റ്, അഗാരോ. ഇതിന് വാഷറൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇതാണ് ഹോം സെൻറ്ററിൻ്റെ. ഇതിൽ പഞ്ചസാര, മുളക് പൊടി. ഇത് മുളക് പൊടി അധികം ഉള്ളത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കില്ലേ കുറച്ച്, അത്. ഇത് റവയാണ്. ഇതായിരുന്നു നേരത്തെ 2 പീസ് ഉണ്ട് പറഞ്ഞില്ലേ, അതിലൊരു പീസാണത്. അങ്ങനെ. പിന്നെ ഇതെല്ലാം ഐക്യയുടെയാണ് കേട്ടോ. പരിപ്പ്, ഉഴുന്ന് ഇതൊക്കെ കഴിഞ്ഞു. ഇത് രണ്ടും കഴുകി വെച്ചിരിക്കുകയാണ്. അതിലെന്തായിരുന്നു എന്തോ, അതിന് വാങ്ങിച്ചിട്ട് വേണം. അപ്പം അത്. പിന്നെ ഇവിടെയുള്ളത് വർക്ക് ഏരിയയിൽ ഇത് പുളി ഇട്ട് വയ്ക്കുന്ന, ഇത് കൊടംപുളി. ഇത് ഫെമോറയുടെ ആണ് കേട്ടോ. 1500 ml ആണ്. ഇത് 1500 ml ആണ്. അതെ, നല്ല ഭംഗിയില്ലേ? പിന്നെ ഇത് കുരുമുളകും പയറും കൊണ്ടാട്ടമുളകൊക്കെ വെക്കുന്നതാണ്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാൽ തോന്നുന്നുണ്ട്. 1000 ml ആണ്. ഇത് ഗ്ലാസിൻ്റെ അല്ല, വേറെന്തോ ഒരു മെറ്റീരിയലാണിത്. കുഴപ്പമില്ല, ഇതധികം വിലയൊന്നും ഇല്ല തോന്നുന്നുണ്ട്, ഓർമ്മയില്ല. ഇതിന് വാഷറുണ്ട് കേട്ടോ. ഇതിങ്ങനെ 2 സൈഡിൽ നിന്ന് ഇങ്ങനെ ഇവിടെ ബ്ലാക്ക് വാഷർ ഉള്ളതാണ്. ഇനി എന്താ കാണിക്കാനുള്ളത്? എന്തോ മറന്നോ? പിന്നെ അടുത്തത് ഇതാണ് കേട്ടോ. ഇതെന്തായിരുന്നു, ബാംബൂ ഫൈബറും വീറ്റ് ഹസ്കും ഒക്കെയാണ് ഇതിൻ്റെ മെറ്റീരിയൽ എന്നൊക്കെയാണ് അവർ പറയുന്നത്. അങ്ങനെ വാങ്ങിച്ചതാണ്, പ്ലാസ്റ്റിക് ഒന്നല്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
ഇതിൽ ഞാൻ അങ്ങനെ കറി അങ്ങനത്തെ ഒന്നും ഒഴിക്കില്ല. കളർ പിടിക്കുമോ എന്ന് എനിക്കറിയില്ല, ഞാൻ അങ്ങനത്തെ ഒഴിക്കാറില്ല. ഇത് കുറേ ആയി വാങ്ങിച്ചിട്ട്, ഇതുവരെ കുഴപ്പമൊന്നുമില്ല, കളറൊന്നും പിടിച്ചിട്ടില്ല. അങ്ങനത്തെ ഒഴിക്കാത്ത കാരണമായിരിക്കും. വേറെ എന്തെങ്കിലുമൊക്കെ ഇട്ട് തേങ്ങ ചിരവി ഇതൊക്കെ ഇട്ട് ഇടാറുണ്ട് ഇതിൽ കേട്ടോ. ഇങ്ങനത്തെ 4 കളേഴ്സാണ്. പലതും പല സ്ഥലത്തായിരിക്കും, ഫ്രിഡ്ജിൽ തന്നെ ആയിരിക്കും വേറെ. ഫ്രിഡ്ജിലാണ്, ബാക്കി ഫ്രീസറിലാണ്. ഇതിൻ്റെ ഒന്ന് ക്രീം കളർ, ഇത് ഗ്രീൻ അല്ല, ഇനി ഒരു ബ്ലൂ ഉണ്ട്, ഒരു ക്രീം കളറും ഉണ്ട്. ഇങ്ങനത്തെ 4 എണ്ണം. ഇതും കുഴപ്പമൊന്നുമില്ല, ഇതിന് വാഷറൊന്നും ഇല്ലാതെ ഇങ്ങനത്തെയാണ് അതിൻ്റെ ലിഡ് വരുന്നത്. ഇങ്ങനെയാണ് ലിഡ് വരുന്നത്. അങ്ങനെ ഇതാണ് ടാഗാരോയുടെ. ഇതിൻ്റെ വലുതുണ്ട് എന്ന് പറഞ്ഞില്ലേ, അത് അപ്പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ 3 പീസ് ഗ്ലാസ് ബൗളാണ്. പിന്നുണ്ട് ഇതിൻ്റെ വലുതുകളുണ്ട്. വലുത് ഫ്രിഡ്ജിലാണ്, ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ വലുതുണ്ട്, അത് ഫ്രീസറിലാണ്. അത് കാണിക്കണോ? തേങ്ങ തൊട്ട് വെച്ചത്. ഇത് അതിൻ്റെ വലുത്. മറന്നിട്ട് ഞാൻ അവസാനം ഇതെല്ലാം മാറി ഷെൽഫിൽ ക്യാബിനിലേക്ക് എടുത്തെത്തിക്കാൻ മതി. ഇത് ഉണക്കമീനാണ് കേട്ടോ. ഇതിൽ എന്താ പറയുക, ടിഷ്യൂ ഒക്കെ വെച്ച് അങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വയ്ക്കുക ഫ്രിഡ്ജിൽ. ഇതിൻ്റെ താഴെ മേലൊക്കെ ടിഷ്യൂ ഒക്കെ വെച്ച് അമർത്തി വെച്ചിട്ട് സ്മെല്ലൊന്നും പുറത്തേക്ക് വരില്ല. ഇത് എയർ ടൈറ്റ് ആണ്. ഇതിന് ഇനി ഒരെണ്ണം കൂടി ഉണ്ട് തോന്നുന്നു, ഒരു പീസ് കൂടി ഉണ്ട്. അപ്പം അത് കറക്റ്റ്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കളർ ഉണ്ട് പറഞ്ഞില്ലേ, അതൊക്കെ ഫ്രിഡ്ജിലായിരുന്നു. ഇതിൽ എന്താ പറയുക, തേങ്ങ ചമ്മന്തി. ഇത് പക്ഷേ ലിങ്ക് ഒന്നും ഇല്ല കേട്ടോ. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഇടാം, ഇതൊക്കെ ആമസോണിൽ നിന്നാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ UAE ഇത് ഉള്ളതാണ്. ഇനി ഇതൊരു പീസ്. ഇത് ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇതിന് ലിങ്ക് ഇല്ല. ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിലിത് ഇപ്പം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. ഇതിൽ ഉപ്പേരിയാണ്. ഇത് ഫുഡ് ഗ്രേഡ് ഉള്ളതാണ്. ഗ്ലാസ് ബൗൾ അല്ലെങ്കിലും ഇത് ഫുഡ് ഗ്രേഡ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്തുള്ളതെല്ലാം കഴിഞ്ഞു എന്ന് തോന്നുന്നു. ചിലപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാവും എനിക്ക് ഓർമ്മ വരിക, അത് കാണിച്ചിട്ടില്ല എന്ന്. അപ്പം എൻ്റെ ഓർമ്മയിലുള്ളതൊക്കെ ഞാൻ കാണിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയല്ലേ വേണ്ടു. ഇനി വല്ലതും കാണാത്തുണ്ടെങ്കിൽ ഇപ്പം എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും, അല്ല ഷെബി ആ ഗ്ലാസ് ബൗൾ കാണിച്ചിട്ടില്ലല്ലോ എന്ന്. എന്നെക്കാൾ കൂടുതൽ ഓർമ്മ ഇപ്പം നിങ്ങൾക്കായിരിക്കും. പല ഗ്ലാസ് ബൗൾ, എൻ്റെ പല പാത്രങ്ങളും ഇപ്പം നിങ്ങൾക്ക് നല്ല പരിചയമായി ഉണ്ടാവുമല്ലോ. അപ്പം അതെന്തേ കാണിക്കാത്തതെന്നൊക്കെ ഇപ്പോൾ പലരും ആലോചിക്കുന്നുണ്ടായിരിക്കും. ഞാൻ ഇപ്പം മറന്നിട്ടാണ് കേട്ടോ. ഞാൻ പലതും ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇന്നതൊന്നൊക്കെ കാണിക്കണമെന്ന്. പക്ഷെ കാണിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ കാണിച്ചു എന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ എല്ലാം ഞാൻ ലിങ്ക് കൊടുക്കാം, ഇഷ്ടമുള്ളവരൊക്കെ വാങ്ങിച്ചോളൂ കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.